ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ക്യൂവേർഡ് ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാൻ ഗ്രില്ലിൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ചതച്ചത് 1 ടീസ്പൂണ്, പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ ഈ സമയത്ത് നമ്മൾ ഒരു 3 ടീസ്പൂണ് ഓയിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പാനിൽ വെക്കുന്ന സമയത്ത് തന്നെ ഓയിൽ ഇതിൽ നിന്ന് ഊറി വന്ന് നമുക്ക് വെന്തോളും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇപ്പോൾ ഇതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാനത് തവയിൽ വെക്കുന്ന സമയത്ത് കുറച്ച് ബട്ടർ മേലെ വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. കാരണം എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഓയിലും ബട്ടറും കൂടിയായി കഴിഞ്ഞാൽ ഓവറായി തീരും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ മസാല തേക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്ക്യൂവർ സ്റ്റിക്കിൽ ഓരോരോ ചിക്കൻ പീസ് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ക്യൂവർ സ്റ്റിക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മൾ 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് നമ്മൾ തവയിൽ വെക്കുമ്പോൾ സ്ക്യൂവർ സ്റ്റിക്ക് ഒടിഞ്ഞു പോവാതിരിക്കാനാണ്. അതിനുശേഷം വേണം നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ പീസ് ഈ സ്ക്യൂവർ സ്റ്റിക്കിൽ നമ്മൾ കുത്തി കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ പീസും ഇതേപോലെ ഈ സ്റ്റിക്കിൽ നമ്മൾ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റിക്കിൽ ഒരു 6 പീസൊക്കെ നമുക്ക് കുത്താൻ പറ്റും. എന്നിട്ട് ഞാൻ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തു. അപ്പോൾ ഒരു പാൻ ഗ്രില്ല് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടിഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് അങ്ങനെ ഒരു ഓയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ ഓരോരോ സ്റ്റിക്കുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മസാല തേക്കുമ്പോൾ അതിൽ 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ചിക്കൻ ഇതേ വേവുന്ന സമയത്ത് ആ ഓയിൽ ഇങ്ങനെ ഊറി വരും. അപ്പോൾ വേറൊരു എക്സ്ട്രാ ഓയിലിൻ്റെ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാനത് ചെയ്യാത്തത് കൊണ്ടും എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഇവിടെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ മേലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.